രക്ഷാ ദൈവശാസ്ത്രം വിശ്വാസ പ്രതിവാദ വീക്ഷണത്തിൽ സോറ്റീരിയോളജി ആൻഡ് അപ്പോളജറ്റിക്സ് പെർസ്പെക്റ്റീവ്. നമ്മൾ ചോദ്യോത്തരത്തിൻ്റെ രൂപത്തിലാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ അല്പം പോലും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെപ്പോഴേ കഴിഞ്ഞ ആഴ്ച ഈ സ്ലൈഡ് കുറച്ച് തീർന്നായിരുന്നു, അപ്പോൾ അത് മുഴുവനും കൂടെ നോക്കാം. അനുസരണക്കേടിനെക്കുറിച്ച് ദൈവം മുന്നറിയിപ്പ് കൊടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ദൈവം മുന്നറിയിപ്പ് കൊടുത്തോ? നീതിപരമായിരിക്കാനായിട്ട് പരീക്ഷിക്കപ്പെടുന്നതിന് ദൈവിക കൽപ്പനയും മുന്നറിയിപ്പും അത്യന്താപേക്ഷിതമായിരുന്നു. നമ്മൾ ബൈബിളെടുത്ത് നോക്കിയാൽ അതൊക്കെ അച്ചട്ടായിട്ട് അക്ഷരം പ്രതി ദൈവം പോലും പാലിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു നിയമമില്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നേരത്തെ ജനങ്ങളെ അറിയിച്ചില്ലെങ്കിൽ അത് നടപ്പിലാക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്ത് മാലോകരെയൊക്കെ അറിയിക്കണമെന്നാണ് പ്രമാണം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മരങ്ങളിങ്ങനെ ഉണ്ട്, ഒന്നിൽ നിന്ന് പറിക്കണം, മറ്റതിൽ നിന്ന് പറിക്കരുത്, തിന്നരുത്, തിന്നാൽ നിങ്ങൾക്ക് ഇന്നതൊക്കെ സംഭവിക്കും എന്നുള്ള മുന്നറിയിപ്പ് ദൈവം കൊടുത്തിരുന്നു. ഒരു കുറ്റത്തിൻ്റെ ശിക്ഷ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്. ഒന്ന്, എത്ര മനഃപൂർവമായിട്ടാണ്, എത്ര അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത് എന്നുള്ളതാണ്. എത്ര അറിഞ്ഞുകൊണ്ടാണ് തെറ്റ് ചെയ്തത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിന് കൂടുതൽ ശിക്ഷയുണ്ട്. നമ്മൾ ബൈബിളിലും വായിക്കുന്നുണ്ടല്ലോ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിച്ച് മനുഷ്യരെല്ലായിടത്തും മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നുണ്ടല്ലോ. ആ പ്രമാണം നമ്മുടെ നിയമസംഹിതയിലും ഉണ്ട്. അപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ അറിയിക്കാതെ ശിക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല. അതാ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഒരു തെറ്റിൻ്റെ ഗൗരവം ആർക്കെതിരെയാണ് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചും കൂടിയിരിക്കും. അതുകൊണ്ടാണ് ശിശുക്കളെയൊക്കെ നിഷ്കരണം കൊല്ലുന്ന പല കേസുകളിലും വധശിക്ഷ വരെ ഇന്ത്യയെ കൊടുക്കാറുണ്ട്. ആർക്കെതിരെയാണ് ചെയ്യുന്നത്? ചിലത് അധികാരം കൂടിയവർക്കെതിരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് കൂടുതൽ ശിക്ഷയുണ്ട്. ഇപ്പം വിദേശത്ത് നിന്നൊരു പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോൾ അവരെ ഇവിടെ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചാൽ മതി വധശിക്ഷ വരെ കിട്ടാൻ. കാരണം ഒരു വിദേശ രാഷ്ട്രാധിപനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ച് ട്രീസനാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പോൾ ആർക്കെതിരെ ചെയ്യുന്നു? ഇപ്പം രണ്ട് ക്രൈറ്റീരിയയാണ്, രണ്ട് അളവുകോലാണ് ഒരു കുറ്റത്തിൻ്റെ ഗൗരവം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന്, എത്ര കണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തു. രണ്ട്, ആർക്കെതിരെ ചെയ്തു. അതുകൊണ്ടാണ് ദൈവത്തിനെതിരെ ചെയ്ത പാപത്തിന് നിത്യശിക്ഷാവിധി എന്നുള്ള ശിക്ഷ ദൈവം വിധിച്ചിരിക്കുന്നത്. നിത്യനായ, എറ്റേണലായ, വലിയവനായ ദൈവത്തിനെതിരെയുള്ള കുറ്റകൃത്യത്തിന് നിത്യമായ എറ്റേണലായിട്ടുള്ള ശിക്ഷ കൊടുക്കുക. അപ്പം നമ്മൾക്കിവിടെ മുന്നറിയിപ്പിൻ്റെ അത്യാവശ്യത്തെക്കുറിച്ചാണ്. ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പം സാധാരണ നമ്മൾ ആ ഒരു വാക്യത്തിലുള്ള മുന്നറിയിപ്പല്ലേ ഉള്ളൂ, അവരത് മനസ്സിലാക്കിയോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതൊരു ചോദ്യത്തിലൂടെ ചിന്തിക്കാനായിട്ടിടയായി. അങ്ങനെ ഒരു മുന്നറിയിപ്പ് വിശദമായിട്ടൊന്നും കൊടുത്തില്ലല്ലോ. പക്ഷേ ദൈവവും മനുഷ്യനുമായിട്ട് അന്ന് സംവേദിച്ചപ്പോൾ ആ സംവേദിച്ച മുഴുവൻ കാര്യങ്ങളും അതുപോലെ അക്ഷരം പ്രതി ബൈബിളിൽ പറഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നു എന്ന് ചിന്തിക്കാനായിട്ട് കഴിയില്ല. എന്തായാലും മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വേർപെടുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളിൽ നിന്ന് വേർപെടുന്നതാണ് എന്നുള്ള കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും നടന്നിരിക്കണം. അതെങ്ങനെ നമുക്കറിയാം? ഹവ്വയുടെ പേടി കണ്ടാൽ അറിയാം അല്ലേ? ആ മരത്തെ തൊടുക പോലും ചെയ്യരുത്, പറിക്കരുതെന്ന് മാത്രമല്ല, തിന്നരുതെന്ന് മാത്രമല്ല, തൊടുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ അതിനെ ഭയങ്കര ഭീതിയോടുകൂടാണ് നോക്കുന്നത്. ഈ മരത്തിൻ്റെ അടുത്ത് പോകുക പോലും പാടില്ല. അതിൻ്റെ കാരണം ആ മുന്നറിയിപ്പ് കൃത്യമായി അവൾക്ക് ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ്. അപ്പം വളരെ നീതിയുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ മുന്നറിയിപ്പ് കൊടുത്തേ മതിയാകുമായിരുന്നുള്ളൂ. ദൈവം കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ തിരുവചനം എത്ര ഭംഗിയായിട്ടാണ്
കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മളിത് പലപ്പോഴും ചിന്തിക്കുന്നത് കുറേ കഥകളൊക്കെ അല്ലേ, കുറേ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമല്ല ഞാനീ പറയും, നമ്മളെല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നവരില്ല. പക്ഷേ വലിയ പ്രമുഖന്മാരായിട്ടുള്ള വില്യം ലെയ്ൻ ക്രെയ്ഗിനെ പോലുള്ളവർ പോലും വേദപുസ്തകം, വില്യം ലെയ്ൻ ക്രെയ്ഗ് എന്ന് പറയുന്നത് വളരെ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു അപ്പോളജിസ്റ്റാണ്. അദ്ദേഹം പോലും വിശ്വസിക്കുന്നത് ആദ്യത്തെ 11 അധ്യായങ്ങൾ അക്ഷരീയമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒരു ബ്രദറുകാരനായ വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനായ മനുഷ്യനുണ്ട്, ജോൺ ലിനോക്സ് എന്ന് പറഞ്ഞ്. അദ്ദേഹവും തീയിസ്റ്റിക് എവല്യൂഷൻ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അവരെല്ലാം വിശ്വസിക്കുന്നത് ഈ 11 അധ്യായങ്ങളിൽ കുറേ സത്യങ്ങൾ പഠിപ്പിക്കാൻ കുറേ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ, അക്ഷരം പ്രതി വിശ്വസിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. അതുപോലെയാണ് കോളിൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഹെഡായിരുന്നു അമേരിക്കയിൽ. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അത് ഭയങ്കര അഭിമാനകരമായ കാര്യവുമാണ്. മനുഷ്യൻ്റെ ജീൻസിൻ്റെ പഠനം 100% കംപ്ലീറ്റ് ചെയ്ത ആ പ്രോജക്റ്റിൻ്റെ അധിപനായിരുന്നു. പക്ഷേ അദ്ദേഹവും ഒരു തീയിസ്റ്റിക് എവല്യൂഷനിസ്റ്റാണ്. ഇവരൊക്കെ വിശ്വസിക്കുന്നത് ബൈബിളിൻ്റെ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ഒന്ന് മിത്തുണ്ട്, മിത്തോളജി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിർമ്മിത കഥകളുണ്ട്. 2 അവരൊക്കെ വിശ്വസിക്കുന്നതിനകത്ത് ഇമാജിനേഷൻസ് ഉണ്ട്, സങ്കല്പങ്ങളുണ്ട്. മോശയ്ക്കോ മറ്റെഴുത്തുകാർക്കോ ഉണ്ടായ സങ്കല്പങ്ങൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. 3 അന്നു വരെ ഉണ്ടായിരുന്ന മതഗ്രന്ഥങ്ങളിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വളരെ അപകടകരമായിട്ടുള്ള പഠിപ്പിക്കലുകളാണ്. പ്രശസ്തന്മാരാണ്, പ്രമുഖന്മാരാണ്, നമ്മൾ ബഹുമാനിക്കുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, എന്തൊക്കെ ഉണ്ടെങ്കിലും വളരെ അപകടകരമായിട്ടുള്ള പഠിപ്പിക്കലുകളുണ്ട്. അപ്പം ഈ ഭാഗം എടുക്കുമ്പോൾ നമ്മളെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര മെറ്റിക്കുലസ് ആയിട്ടാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഇത് വെറും എന്തോ കഥയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ടല്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമായിട്ട് ദൈവം കാര്യങ്ങൾ ചെയ്യുക. ആദ്യം വാണിംഗ് കൊടുക്കുക, ഗൗരവം അവർക്ക് മനസ്സിലാക്കുക, അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തി കൊടുക്കുക. അതിനുശേഷമാണ് ദൈവം ഈ പരീക്ഷണത്തിലേക്ക് അവരെ നയിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ക്ലിയർ കമാൻഡ് ഉണ്ടായിരുന്നു, വ്യക്തമായ കൽപ്പന ഉണ്ടായിരുന്നു. Of every tree of the garden thou mayest eating thou shalt eat. അത് ട്രീ ഓഫ് ലൈഫിനെയും കൂടി ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്. ജെനസിസ് 2:16. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ തിന്നണം. മലയാളത്തിൽ ഇപ്പോൾ ഈ ട്രാൻസ്ലേഷന് വ്യത്യാസം വന്നിട്ടുണ്ട്. തമിഴിൽ ഇതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ അതുപോലെ KJV പഴയ വേർഷനിൽ ഇതുപോലെ തന്നെയുണ്ട്, ഈറ്റിംഗ് ദൗ ഷാൽറ്റ് ഈറ്റ്. നിങ്ങൾ അത് തിന്നുകൊണ്ടിരിക്കണം, ഇഷ്ടം പോലെ തിന്നണം എന്ന് പറഞ്ഞാൽ ഒരു എന്തോ ആവേശം കൊടുക്കുന്ന, കണ്ടമാനം, തിന്നാവുന്ന അത്രയും തിന്നു എന്ന് പറഞ്ഞേക്കുക. അതിനകത്ത് ഈ ട്രീ ഓഫ് ലൈഫും അല്ലെങ്കിൽ ജീവവൃക്ഷവും ഉൾപ്പെടുന്നുണ്ട്. ഇനിയും മറ്റൊരു കൽപ്പന കൊടുത്തത് അടുത്ത വാക്യത്തിൽ 2:17 ആദ്യം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. കുറേ കാര്യങ്ങൾ ചെയ്യണം, ഒരു കാര്യം ചെയ്യരുത്. വളരെ വ്യക്തമായിട്ട് ഖണ്ഡിതമായിട്ട്. നടുക്ക് 2 മരങ്ങളുണ്ട്, അത് നടുക്ക് തന്നെയാണ്, എല്ലാവർക്കും കാണത്തക്ക വിധത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴൊക്കെ കാണത്തക്ക വിധത്തിൽ തോട്ടത്തിന് നടുക്ക് തന്നെയുണ്ട്. അതിൽ 2 വൃക്ഷങ്ങളുണ്ട്. അതിലൊന്ന് ട്രീ ഓഫ് ലൈഫാണ്, മറ്റേത് ട്രീ ഓഫ് നോളജാണ്, അല്ലെങ്കിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമാണ്. നിങ്ങൾക്ക് ആ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നണം, ഒന്നിൻ്റെ തിന്നരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള കൽപ്പന കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന വളരെ സോളമായിരുന്നു, അല്ലെ ഗൗരവമേറിയ ഒരു കൽപ്പനയാണ്. നീ നന്മതിന്മകളുടെ വൃക്ഷഫലം തിന്നുന്ന നാളിൽ മരിച്ചുകൊണ്ടിരുന്ന് മരിക്കും. ഡൈയിങ് ദൗ ഷാൽ ഡൈ. അതും ഇപ്പോഴത്തെ ട്രാൻസ്ലേഷനിൽ നമ്മൾ കാണില്ല. KJVയുടെ പഴയതിൽ, എൻ്റെ മൊബൈലിലുള്ള ഇതിലൊക്കെ അവർ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡൈയിങ് ദൗ ഷാൽ ഡൈ. എബ്രായ ഭാഷയിൽ മോത്ത് ടൗമത്ത്. അത് മരണത്തിൻ്റെ 2 വാക്കുകളാണ്. ഒന്ന് നീ മരിച്ചുകൊണ്ടിരിക്കും, 2 മരിക്കും. 2 മരണത്തെക്കുറിച്ചുള്ള പദപ്രയോഗങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ ആവർത്തനം എന്നൊരു രീതി എബ്രായ ഭാഷയിലുണ്ട്. ഒരു കാര്യത്തിൻ്റെ ഉറപ്പ് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റെപ്പറ്റീഷൻ ഓഫ് ദ സെയിം വേർഡ്. ഇവിടെയും ഈ മോത്ത് തമൂത്ത് എന്ന് പറയുന്ന മരണത്തെ കുറിക്കുന്ന 2 പദം, ഒന്ന് മരിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള പദവും മറ്റേത് മരിക്കും എന്നുള്ള പദവും, ഈ 2 പദവും ചേർത്തിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇത് ഉറപ്പിച്ച കാര്യമാണ്, നടക്കും. നീ അതിൽ നിന്ന് തിന്നാൽ ഇത് നീ വാങ്ങിക്കെട്ടിയിരിക്കും,
ഷുവറാണ്, ഷുവർട്ടി കാണിക്കുന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ പ്രോഗ്രസീവിനെ കുറിച്ച് കാണിക്കുന്ന, തിന്നുന്ന നാളിൽ മരിച്ചുകൊണ്ടിരുന്ന് മരിക്കും എന്ന ഈ പ്രയോഗം മരണത്തിൻ്റെ ഉറപ്പും പുരോഗതിയും പ്രകടിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒറ്റത്തവണ മാത്രമല്ല, ഒരു പ്രോഗ്രസീവായിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള ഒരു മരണത്തിലൂടെ നീ വിധേയനാകും. പലപ്പോഴും നമ്മളിത് കേൾക്കുന്ന ഉടനെ ചിന്തിക്കുന്നത് ശാരീരിക മരണത്തെക്കുറിച്ച്. ഇവിടെ ശാരീരിക മരണത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ശാരീരിക മരണം ഇതുകൊണ്ട് തന്നെയാണ് വന്നത്. പക്ഷേ ശാരീരിക മരണം ഇതിലേറ്റവും ചെറിയ ഘടകമാണ്. ശരിക്കും നീ മരിക്കും എന്ന് പറഞ്ഞേക്കുന്നത് ആത്യന്തിക മരണത്തെക്കുറിച്ചാണ്, നരകത്തെക്കുറിച്ചാണ്. മരണത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓർക്കണം. ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിൽ നിന്നും സെപ്പറേറ്റഡ് ആകുക, ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ, ഈ ലോകത്തിലുള്ള സകല നന്മകളും ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളിൽ നിന്നാണ്. ലോകത്തിലെ നിയമങ്ങളിലായാലും ചട്ടങ്ങളായാലും പ്രമാണങ്ങളായാലും സാമൂഹിക നിയമങ്ങളായാലും സകല നന്മകളുടെയും ഉറവിടം ദൈവത്തിൽ നിന്നാണ്. നമ്മൾ യാക്കോവിൽ അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ടല്ലോ, എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിൽ നിന്നാണ്, നല്ലതെല്ലാം ദൈവത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിൽ നിന്നാണ് സകല നന്മയും വരുന്നത്. അപ്പം ആ ദൈവത്തിൻ്റെ നന്മയൊന്നുമില്ലാത്ത അവസ്ഥ ഭീകരമായിരിക്കും, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവിടെ സ്നേഹം പറ്റത്തില്ല, കൃപ പറ്റത്തില്ല, കരുണ പറ്റത്തില്ല, പരോപകാരം പറ്റത്തില്ല, ഇന്ദ്രിയജയം പറ്റത്തില്ല, അല്ലെങ്കിൽ കരുതൽ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. കാരണം അതില്ല അവിടെ, അങ്ങനെ ഒരു സാധനമില്ല. നരകത്തിലുള്ള രണ്ട് മനുഷ്യർ തമ്മിൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നുമില്ല, നന്മയുടെ വികാരങ്ങളൊന്നുമില്ല. അതേ സമയത്ത് അതിൻ്റെ എതിരെല്ലാം ഉണ്ട്. എല്ലാ തിന്മയും അതിൻ്റെ ആത്യന്തിക അവസ്ഥയിൽ അനുഭവിക്കുന്ന സ്ഥലമാണ്. അവിടെ തീയുണ്ട്, പക്ഷേ ചൂടിൻ്റെ ഗുണമില്ല, ദോഷമുണ്ട്, പൊള്ളുന്ന ചൂടാണ്. ചൂട് കൊണ്ട് പല ഗുണങ്ങളുണ്ടില്ല. തീയുണ്ട്, പ്രകാശമില്ല, കൂരിരുള. അപ്പം തീയുടെ ഗുണമില്ല. ഇതുപോലെ ഒരു കാര്യത്തിനും ഗുണമില്ലാത്ത ഒരു സ്ഥലമാണ്. ഈവൻ അവിടുത്തെ പുഴുവിന് പോലും ചാകാൻ കഴിയത്തില്ല. അപ്പം നരകമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് ആത്യന്തിക മരണത്തെക്കുറിച്ചാണ്, നരകത്തെക്കുറിച്ച്. അപ്പം നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന്, നമ്മുടെ മനസ്സിനെ ഒന്ന് കഴുകി ഈ മരണമെന്ന് പറഞ്ഞാൽ ഇല്ലാതെയാകുന്നതാണെന്നുള്ള ആ സങ്കല്പമേ അങ്ങ് വിടണം. മരണമെന്ന് പറഞ്ഞാൽ വേർപെടുന്നതാണ്. ഒരു വശത്ത് ശരീരത്തിൻ്റെ മരണം, ദേഹവും ദേഹിയും ആത്മാവും ഒക്കെ പരസ്പരം പിരിയുന്ന, അല്ലെങ്കിൽ ദേഹവും ദേഹിയും ദേഹിയും ആത്മാവും ശരീരത്തിൽ നിന്ന് പിരിയുന്ന സന്ദർഭമാണ്. അതുപോലെ ആത്യന്തിക മരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മകളിൽ നിന്ന്, ഗുണങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും വേർപെട്ട ഒരനുഭവം ഒരു മനുഷ്യന് ശരിക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ, തൻ്റെ ജീവിതകാലം മുഴുവന് പുറകെ നടന്ന് ദൈവമക്കള്, എടാ നീ പാപം ഉപേക്ഷിക്കണം, അല്ലേ എടി നീ പാപം ഉപേക്ഷിക്കണം, രക്ഷിക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധത്തിലും അതിന് സമ്മതിക്കാതെ ഇരിക്കുന്നവന്, യെസ്, ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളൊന്നും ഇല്ലാത്ത ഒരനുഭവത്തിലൂടെ നിന്നെ ഞാൻ നിത്യമായി കടത്തിവിടാമെന്നും പറഞ്ഞ് ദൈവം കൊണ്ടുപോയി ആക്കുന്ന ഒരു സ്ഥലമാണ് നരകം. അവിടെ ദൈവത്തിൻ്റെ ഒരു ഗുണവിശേഷവുമില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഭവിക്കാൻ കഴിയുകയില്ല. ദൈവമില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ദൈവമില്ലാത്ത സ്ഥലങ്ങളില്ല. പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വിധത്തിലും അനുഭവിക്കാൻ കഴിയുകയില്ല. അതാ മരണം. അപ്പം ഈ രണ്ട് മരണവും ഉണ്ട്. ഒന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന മരണവും, രണ്ട് ആത്യന്തിക മരണവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നുള്ളതിനുള്ള തെളിവുകൾ നമുക്ക് പിന്നീട് വരാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹീബ്രു ഇഡിയമാണ്, ഒരു ഇൻഫിനിറ്റീവും ഒരു ഇംപെർഫെക്റ്റ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ വലുതായിട്ട് ചിന്തിക്കേണ്ട, എപ്പോഴെങ്കിലും കൂടുതൽ പഠിക്കണമെന്നുള്ളവർക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഒരു വാക്കിൻ്റെ അടിസ്ഥാന രൂപത്തിനാണ് ധാതു എന്ന് പറയുന്നത്. നടക്കുക, അതൊരു ധാതുവാണ്. നടന്നുകൊണ്ടേയിരിക്കുന്നു, നടന്നുകൊണ്ടിരുന്നു, ഇതൊക്കെ അതിൻ്റെ വേറെ രൂപങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാന ഭാഗമാണ് ഒരു വാക്കിൻ്റെ ധാതു എന്ന് പറയുന്നത്. ആ ധാതുവിൻ്റെ കൂടെ പൂർണ്ണക്രിയ അല്ലാത്തതൊരെണ്ണം, ഒരു അപൂർണ ക്രിയയോടെ യോജിപ്പിച്ചാൽ അത് ഒരു ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ അത് നടന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പഴം പറിച്ച് തിന്നപ്പോൾ പെട്ടെന്ന് ശാരീരിക മരണം സംഭവിച്ചെന്നുള്ള അർത്ഥമേ അല്ല അവിടെ. ശാരീരിക മരണം അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതിലുപരിയായിട്ട് ഒരു തുടർമാന മരണം, അതിന് നീ വശംവദനാകുക. അവസാനം അത് നിത്യതയിൽ മുഴുവൻ തുടരുന്ന ഒരു ആത്യന്തിക മരണമായിട്ട് മാറ്റപ്പെടും.
അപ്പം ദൈവത്തെ സ്വീകരിക്കാൻ മടിയുള്ളവന്, നിനക്ക് സ്വീകരിക്കാൻ അവസരമില്ലാത്ത, ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ അനുഭവിക്കാൻ ആസ്വദിക്കാൻ അവസരങ്ങളില്ലാത്ത അത്തരം ഒരു സ്ഥലത്ത് നിന്റെ ആഗ്രഹമനുസരിച്ച് നിന്നെ കൊണ്ടാക്കാമെന്ന് ദൈവം പറയുന്നതാണ് രണ്ടാമത്തെ മരണം. പലപ്പോഴും നമ്മൾ ഈ പടങ്ങളിലൊക്കെ കാണുമ്പോൾ ദൂതന്മാർ വന്ന് പിടിച്ചെടുത്ത് അല്ലേ നരകത്തിലേക്ക് എറിഞ്ഞു കളയുന്ന ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്. അതിലുപരി മരണം മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതാണ്. ഒരുവൻ്റെ ജീവകാലം മുഴുവന് ഈ ദൈവത്തിൻ്റെ സ്നേഹം വേണ്ട, ദൈവത്തെ വേണ്ട, ഈ ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ വേണ്ട, എനിക്ക് മാനസാന്തരം വേണ്ട, പാപം മതി എന്ന് പറഞ്ഞാൽ തിന്മ മതി എന്ന് പറയുന്നവന്, ശരി നിന്റെ അപേക്ഷ അനുസരിച്ച് ആത്യന്തികമായിട്ട് ഇതിൻ്റെ പരകോടിയിലേക്ക് നിന്നെ ഞാൻ വിട്ടേക്കാം എന്ന് ദൈവം പറയുന്നതാണ് ശരിക്കും മരണം. അപ്പം ഇത് ഒരു തുടർമാന പ്രക്രിയയാണ് ഈ മരണമെന്ന് പറയുന്നത്. ഇതിൻ്റെ സെർട്ടാനിറ്റി, ഇത് നടപ്പിലാകുമെന്നുള്ളതിൻ്റെ ഉറപ്പിനെ കാണിക്കുന്നു. ഡൈയിങ് ദൗ ഷാൽ ഡൈ, നീ മരിച്ചുകൊണ്ടിരിക്കും, മരിക്കും എന്നുള്ള ആ ഒറിജിനലിലെ പ്രയോഗം ഇത് തീർച്ചയായിട്ടും നടക്കുമെന്നുള്ള ഉറപ്പ് കാണിക്കുന്ന പദപ്രയോഗമാണ്. രണ്ട്, ഒരു പ്രോസസ്സ് ഒരിക്കൽ തുടങ്ങി അത് പൂർണ്ണതയിലേക്ക് അനുക്രമമായിട്ട് പുരോഗമിക്കുന്ന ഒരു കാര്യമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ശൈലിയാണ്. തമിഴിലാണെങ്കിൽ സാഗവേ സാഗായി അവർ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നീ മരിച്ചുകൊണ്ടിരിക്കും, മരിക്കും, നീ മരിച്ചുകൊണ്ടിരിക്കും, മരിക്കും. ബാബു സാറിനോട് ചോദിച്ചാൽ കൂടുതൽ തമിഴ് നിങ്ങൾക്ക് ചെക്കപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു പ്രോസസ്സാണ്. അതിങ്ങനെ ആരംഭിച്ചിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ ആത്യന്തിക മരണം എന്ന് പറയുന്നത് ഭീകരമായ ഒരനുഭവമാണ്. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, ബൈബിളിൽ മരണമെന്ന് പറഞ്ഞാൽ വേർപിരിയില്ല, ഇല്ലാതെയാകുന്നതല്ല. ഇത് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും എനിക്ക് മടുക്കത്തില്ല. കാരണം നമ്മളിത് നോൺ എക്സിസ്റ്റൻസ് ആണെന്നുള്ള ചിന്തയിലാണ് പല തിയോളജി ഉണ്ടാക്കുന്നത്, പല വാദഗതികളും ഉന്നയിക്കുന്നത്, പല സംശയങ്ങളും അങ്ങനെ. അതായത് ഒരു വിശ്വാസി മരിച്ചാൽ നമ്മുടെ മനസ്സിൽ പലപ്പോഴും സംശയമാണ്, അയ്യോ രക്ഷിക്കപ്പെട്ടല്ലേ, പിന്നെന്തിനാ ശാരീരിക മരണം? മരണം മാറ്റാനല്ലേ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്, അപ്പം പിന്നെന്തിനാ ശാരീരിക മരണം? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. അതിൻ്റെയൊക്കെ ഉത്തരം ഈ ഡിസ്റ്റിങ്ഷൻ നമുക്ക് ക്ലിയർ ആണെങ്കിലേ കിട്ടത്തുള്ളൂ. മരണമെന്ന് പറഞ്ഞാൽ ഇല്ലാതെയാകുന്നതല്ല, നോൺ എക്സിസ്റ്റൻസ് ആകുന്നതല്ല, ചത്തളിഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് പ്രകൃതിയിൽ വിലയം ചെയ്യുന്നതല്ല ബൈബിൾ അനുസരിച്ച് മരണം. സെപ്പറേഷനാണ്. അതിൻ്റെ പ്രധാന സെപ്പറേഷൻ പാപിയാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ആത്യന്തികമായ സെപ്പറേഷനാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ശാരീരിക സെപ്പറേഷനുണ്ട്, മൂന്നാമത്തെ ഭാഗത്ത് ആത്മീകമായ സെപ്പറേഷനുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. 2:17 ഇരട്ട മരണത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നീ മരിച്ചുകൊണ്ടിരിക്കും, മരിക്കും. 2 ഒരു തുടങ്ങും, നീ അങ്ങോട്ട് ചെയ്യുമ്പം തന്നെ ഒരു തുടർമാനമായ മരണത്തിലേക്ക് പ്രവേശിക്കും. അത് കഴിഞ്ഞ് നീ ഒരു മരണത്തിലെത്തും. ഇമ്മീഡിയറ്റ് ഓർ സ്പിരിച്വൽ ഓർ സ്റ്റാർട്ടിങ് ഡെത്ത്, ആദ്യത്തെ ഉടനടി സംഭവിക്കുന്ന ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ആരംഭ മരണം, ദൈവ സന്നിധിയിൽ നിന്നുള്ള വേർപിരിയൽ. ഇതാണ് ഈ മരണത്തിൻ്റെ ഒന്നാമത്തെ മാനം. അപ്പം വാസ്തവത്തിൽ 3 കാര്യങ്ങളുണ്ട് മരണത്തിന്. 1 ആത്മീയ മരണം, 2 ശാരീരിക മരണം, 3 ആത്യന്തിക മരണം. ആത്മീക മരണം ആദാം പാപം ചെയ്തപ്പോൾ തന്നെ സംഭവിച്ചു. പലപ്പോഴും നിരീശ്വരന്മാർ ചോദിക്കും, നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നു തിന്നുന്ന നാളിൽ നീ മരിക്കും, എന്നിട്ട് മരിച്ചില്ലല്ലോ. അത് ഈ മരണമെന്ന് പറയുന്നത് ചത്ത് കുഴിച്ചിട്ട് മണ്ണിനോട് ചേരുന്നതാണെന്നുള്ള അവരുടെ തെറ്റായ ചിന്തയിൽ നിന്ന് വരുന്നത്. അവിടെയൊക്കെയാണ് ഈ മരണം എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരിക. അങ്ങനെയല്ല, മരണമെന്ന് പറയുന്ന വേർപാടാണ്. പാപം ചെയ്ത നിമിഷം തന്നെ അവർ ദൈവത്തിൽ നിന്ന് ആത്മീകമായിട്ട് വേർപെട്ടു. നമ്മളവിടെ കാണുന്നുണ്ട്, അവർ തന്നെ പോയി ഒളിച്ചിരിക്കുക, അല്ലേ, ഓടുക, മരത്തിൻ്റെ ഇടയ്ക്ക് പോയി ഒളിക്കുക. അവർക്ക് തന്നെ മനസ്സിലായി, ഇനി ദൈവസന്നിധിയിൽ എനിക്ക് ഒരാത്മീക കൂട്ടായ്മയ്ക്കുള്ള അവകാശം ഇല്ല. ഇത് വിശ്വാസി തന്നെ സ്വയം ആഗ്രഹിക്കുന്നതാണ്. 3:8 അവർ ഒളിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട് ജനസസ്. അവർ പോയി ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് നാണമാണ്, ദൈവസന്നിധിയിൽ ഹാജരാകാൻ പറ്റില്ല, ഞങ്ങൾ നഗ്നരാക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. പ്രധാനമായിട്ടും ഞങ്ങൾ പാപികളാണെന്ന് എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. അപ്പം ഒന്നാമത്തെ ഇതാണ് സ്പിരിച്വൽ ഡെത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഡെത്ത്. രണ്ടാമത്തേത് ഗ്രാജുവൽ ഫിസിക്കൽ ഡെത്ത്, എൻഡിങ് ഇൻ ഡീക്കേ ഇൻ ദ ഗ്രേവ്. സോൾ സെപ്പറേറ്റ്സ് ഫ്രം ദ ബോഡി. ശവക്കുഴിയിൽ ജീർണതയിൽ അവസാനിക്കുന്ന തുടർമാനമായ ശാരീരിക മരണം,
ദേഹി ശരീരത്തിൽ നിന്നും വേർപിരിയുന്നതാണ് ഈ മരണം. ഇത് റോമർ 5:12 ആദാം മുഖാന്തരം മരണം സംഭവിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് ഇതിൻ്റെ സൂചനയും ഉണ്ട്. എല്ലാ മരണങ്ങളും അവിടെ വരുന്നുണ്ട്. അതുപോലെ ഉൽപ്പത്തി 3:19 ഈ സൂചന നമ്മൾ വായിക്കുന്നുണ്ട്. കല്ലറയിൽ അടക്കം ചെയ്യപ്പെടുന്ന ഫിസിക്കൽ ഡെത്ത്, ഇത് രണ്ടും കണ്ടിന്യൂയിങ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പം തന്നെ അതിൻ്റെ ബ്രെയിനിലുള്ള കോശങ്ങൾ ഇങ്ങനെ മരിച്ചു തുടങ്ങുക. അതുകൊണ്ടാണ് പ്രായമാകുമ്പോൾ ഓർമ്മക്കുറവൊക്കെ വരുന്നത്. ഒരു 60 കഴിയുമ്പം പല കാര്യങ്ങളും ഓർക്കുകയില്ല. എനിക്കൊക്കെ ആ രോഗം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ബ്രെയിനിലുള്ള കോശങ്ങൾ മരിക്കുന്ന. ഒരു കുഞ്ഞ് ഒരു പ്രായമാകുമ്പം തൊട്ട് ബ്രെയിനിലെ കോശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ബ്രെയിനിലെ കോശങ്ങളുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, അത് ആദ്യം തന്നെ ജനിക്കുമ്പം തന്നെ അതിൻ്റെ പൂർണ്ണ എണ്ണമുണ്ട്. പിന്നെ അത് കുറയുന്നേ ഉള്ളൂ, കൂടുന്നില്ല. ബ്രെയിൻ സെൽസ് പുതിയതുണ്ടാകുന്നേ ഇല്ല. ബാക്കി കോശങ്ങളൊക്കെ ചാകുകയും പുതിയതുണ്ടാകുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പം തന്നെ മരണപ്രക്രിയ ആരംഭിക്കുക. അപ്പം തുടർമാനമായിട്ട് ഇന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അതുണ്ട്. കാരണം പാപത്തിൻ്റെ ഫലമായിട്ട്. അതാണ് ശാരീരിക മരണം. ശവക്കുഴിയിൽ ജീർണതയിൽ അവസാനിക്കുന്ന തുടർമാനമായ ശാരീരിക മരണം. ശരീരത്തിൽ നിന്നും ദേഹിയും ആത്മാവും ശരീരത്തിൽ നിന്ന് പിരിയുന്ന ആ മരണമാണ് ശാരീരിക മരണം. ഇത് മെതുശലേഹ് 969 വർഷം കഴിഞ്ഞപ്പം പ്രാപിച്ചു. യാരദ് 962 വർഷം കഴിഞ്ഞപ്പം പ്രാപിച്ചു. പിന്നെ ആദാം 930 വർഷം കഴിഞ്ഞപ്പം പ്രാപിച്ചു. അത് കഴിഞ്ഞ് ജോസഫൊക്കെ വന്നപ്പോഴത്തേക്ക് അത് 110, മോശ 120. അങ്ങനെ നമ്മൾ അനുക്രമമായിട്ട് മനുഷ്യൻ ജനിക്കുമ്പം തൊട്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മരണം, തുടർമാന മരണം. അതിന് 2 ഇനങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന് സ്പിരിച്വൽ ഡെത്ത്, 2 ഫിസിക്കൽ ഡെത്ത്. ആത്മീക മരണം, ശാരീരിക മരണം. ഈ 2 മരണങ്ങളും തുടർമാന മരണത്തിൽ വരുന്നതാണ്. ഇനിയും അടുത്തത് ഡെത്ത്, സെക്കൻഡ് ഡെത്ത് ഓർ ഹെൽ ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് ടെർമിനോളജി. മരണം പുതിയ നിയമ പദാവലിയിൽ അത് 2ാമത്തെ മരണമാണ്, അല്ലെങ്കിൽ നരകമാണ്. ഇത് ബൈബിളിൽ 5 പറഞ്ഞിട്ടുണ്ട്. 5 റെവലേഷൻ 2:11, 26, 14, 21, 18. 4 റെവലേഷൻ 2:11, 26, 14, 21:8. ഈ പറയുന്നിടത്തൊക്കെ ഒരു മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ആത്യന്തിക മരണം, അഥവാ 2ാം മരണം, അല്ലെങ്കിൽ നരകം. ഇവിടെയാണ് ദൈവത്തിൽ നിന്നുള്ള സെപ്പറേഷൻ, വേർപാട്, അല്ലെങ്കിൽ ദൈവിക ഗുണങ്ങളിൽ നിന്നുള്ള വേർപാട് മനുഷ്യൻ ശരിക്ക് അനുഭവിക്കുന്ന, പാപികൾ ശരിക്ക് അനുഭവിക്കുന്നത്. ഈ സെക്കൻഡ് ഡെത്ത് ഈ പറഞ്ഞേക്കുന്ന ഭാഗത്തൊക്കെ വിശദീകരണം കൂടാതെ പൊടുന്നനെ അങ്ങ് പറഞ്ഞേക്കുക. 2ാം മരണം എന്ന് പറയുമ്പോൾ 1ാം മരണം വേണ്ടേ? വെളിപ്പാട് പുസ്തകക്കാരൻ അത് പറയണ്ടായിരുന്നു. 1ാം മരണം എന്നൊരു പരിപാടിയുണ്ട്. ഞാനിപ്പം പറയുന്ന 2ാം മരണത്തെ എന്താ അങ്ങനെ പറയാതെ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ വേറൊരിടത്ത് 2 മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഉൽപ്പത്തി 2:17. അതിലേക്ക് അല്യൂഡ് ചെയ്തുകൊണ്ടാണ്. ഉൽപ്പത്തി 2:17 മരണത്തെ ആശ്രയിച്ച് മാത്രമാണ് ഈ 2ാം മരണം എന്നുള്ള പ്രഖ്യാപനം ബൈബിളിൽ നടത്താൻ കഴിയുന്നത്. അപ്പം യഹൂദന്മാരായാലും ചോദിക്കുക, കർത്താവേ 1ാം മരണത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പം കർത്താവ് തന്നെ പറയും, ഇല്ല, ഞാൻ ഇത് 4000 വർഷത്തോളം മുമ്പേ, 3500 വർഷം മുമ്പേ പറഞ്ഞാന്ന് പറയും അല്ലേ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ തന്നെയാ ഇതൊക്കെ പറഞ്ഞ് മോശയെ കൊണ്ട് എഴുതിച്ചത്. 2 മരണങ്ങളുണ്ട്. ഒന്ന് തുടർമാന മരണവും, 2 ആത്യന്തിക മരണവും. തുടർമാന മരണം ആത്മീയ മരണം ഉൾപ്പെട്ടിരിക്കുന്നു, ശാരീരിക മരണം ഉൾപ്പെട്ടിരിക്കുന്നു. ഇനിയും ആത്യന്തിക മരണം, നരകത്തിലുള്ള വാസം, നിത്യമരണം. അതാണ് ഭയാനകം, ഏറ്റവും കഠിനമായിട്ടുള്ള മരണം അതാണ്. അപ്പം രക്ഷിക്കപ്പെടുമ്പം ഈ ആദ്യത്തെ 2 സമ്പൂർണ്ണമായിട്ട് മാറേണ്ടതല്ലായിരുന്നു. 2ാമത്തെ മാറുന്നുണ്ടെന്ന് നമ്മളെല്ലാം പറയുന്നുണ്ടല്ലേ. നരകത്തിൽ പോവുക നമ്മളാരേലും? നരകത്തിൽ പോകുന്നവരൊന്ന് കൈ പൊക്കിയെന്ന് പറഞ്ഞാൽ ആരും പൊക്കയില്ല. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാ അല്ലേ? ശരിയാ. എന്നാൽ പിന്നെ 1ാം മരണം അങ്ങ് പോകേണ്ടതല്ലായിരുന്നു? ആരും ചോദ്യം ചോദിക്കാത്തതുകൊണ്ട് ഞാൻ ചിന്തിപ്പിക്കാനായിട്ട് ചോദിക്കുന്ന. രക്ഷിക്കപ്പെട്ടവർ മരിക്കുന്ന തന്നെ 3 മരണവും പാവം കൊണ്ട് വന്നേ അല്ലേ? ബാബു സാർ പറഞ്ഞത് ശരിയാ. അതായത് രക്ഷയുടെ 3 ഘട്ടങ്ങളുണ്ടല്ലോ, അതാ ബാബു സാർ ഉദ്ദേശിച്ചത്.
രക്ഷിക്കപ്പെട്ടു ആത്മാവിൻ്റെ കാര്യം, രക്ഷിക്കപ്പെടുന്നു ദേഹിയുടെ കാര്യം, രക്ഷിക്കപ്പെടും ശരീരത്തിൻ്റെ കാര്യം. അപ്പോൾ ആ ശരീരം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലേ ഈ മരണം മാറാൻ പറ്റും. പിന്നെ ഇരിക്കുന്നത് അതിലല്ലേ. പാപിയായിട്ട് ജനിച്ച മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ശേഷവും പാപമുള്ള ശരീരത്തിൽ ഇരിക്കുന്നു. അതൊരു കാരണമാണ്. രണ്ടാമത്, ശാരീരിക മരണം എന്ന് പറയുന്ന ഒരു കോൺസിക്വൻസ് ഓഫ് സിന്ന. കോൺസിക്വൻസ് ഓഫ് സിൻ ഒരിക്കലും മാറ്റിത്തരത്തില്ല ദൈവത്തിന് അങ്ങനെ ഒരു കച്ചവടമേ ഇല്ല. സ്ഥിരമായിട്ട് കുപ്പി കണക്കിന് കള്ള് വിഴുങ്ങുന്നവൻ്റെ കരള് പോകും. ഇതാരുണ്ടാക്കിയ പ്രമാണോ? ഷാപ്പുകാരനുണ്ടാക്കിയാണ്. ഷാപ്പുകാരന് കരള് പോകരുതെന്നാണ്. കാരണം ഇവൻ 90 വയസ്സ് വരെ കുടിച്ച് സ്വയം നശിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു 50-55 ആകുമ്പോഴത്തേക്ക് തട്ടിപ്പോവും. എന്താ കാരണം? അതൊരു കോൺസിക്വൻസാണ്. മലയാളത്തിൽ നമ്മൾ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയാറുണ്ട്. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും, ശരിയല്ലേ? കൂടുതൽ ഉപ്പുള്ള ആഹാരം കഴിച്ചാൽ അന്ന് വെള്ളം കൂടുതൽ കഴിക്കണമെന്ന് തോന്നും, അല്ലേ? കുടിക്കണമെന്ന് തോന്നും. ബൈബിളിലുണ്ടോ അങ്ങനെയുള്ള വാക്യങ്ങളുമല്ലോ? യെസ്. ഗലാത്യർ 6:10 അല്ലേ? 6:8 തൊട്ട് 10 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യും. ഇതാണ് കോൺസിക്വൻസ്. ഈ കോൺസിക്വൻസ് മാറ്റിക്കൊടുക്കുന്ന ഒരു പരിപാടിയേ ദൈവത്തിനില്ല. കള്ളുകുടിയനായ ഒരുവന് കരളൊക്കെ പോയി കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിക്കുക. അപ്പം രക്ഷിക്കപ്പെടുമ്പോൾ കരൾ കീഴ്ത്തു വരുമോ? ഒരിക്കലും ഇല്ല. അല്ലേ? നല്ല വിശ്വാസിയുള്ള ഒരാൾ എന്തോ ഒരു ഇതൊക്കെ തോന്നി ഇടയ്ക്ക് ഇച്ചിരി അടിച്ചു, സ്കൂട്ടർ ഓടിച്ചു, മറിഞ്ഞു വീണു, എല്ലാം ഒടിഞ്ഞു. അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് പശ്ചാത്തപിച്ചു കരഞ്ഞ് നിലവിളിച്ചു. എല്ല് കൂടുവോ? പശ്ചാത്തപിച്ചല്ലേ? കൂടണ്ടല്ലേ? കൂടുവോ? ഇല്ല. കോൺസിക്വൻസ് ഒന്നും മാറ്റത്തില്ല. അത് കൃപയോടുകൂടി അനുഭവിച്ചേ പറ്റൂ. അതാ ദൈവത്തിൻ്റെ പ്രമാണം. അപ്പം ശാരീരിക മരണം മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രത്യാഘാതമാണ്, അല്ലെങ്കിൽ പരിണത ഫലമാണ്, പ്രത്യാഘാതമാണ്. സാറ് ചോദിച്ച ചോദ്യം, കോൺസിക്വൻസ് ഓഫ് സിൻ വരുമ്പം ദൈവം അങ്ങ് സമ്പൂർണ്ണമായിട്ട് ക്ഷമിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വരത്തില്ലേ? അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു പരിധി വരികയില്ലേ എന്നാണ്. ഈ കോൺസിക്വൻസ് ഓഫ് സിൻ ചെയ്യുന്നത് നമ്മൾ തന്നെ വീണ്ടും പാപം ചെയ്യാതിരിക്കാനാണ്, പേടി വരാനാണ്. അത് നമ്മളോടുള്ള സ്നേഹമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പിച്ച് കൊടുക്കുക. അത് സ്നേഹത്തിൽ നിന്നാണോ സ്നേഹക്കുറവ് കൊണ്ടാണോ? നമ്മുടെ സ്നേഹത്തിന് ലിമിറ്റുണ്ടോ? കുഞ്ഞിനൊരു ചെവിക്ക് ഒരു നുള്ളു കൊടുക്കുക, സ്നേഹത്തിന് ലിമിറ്റ് ഉള്ളതുകൊണ്ടാണോ? ഇല്ല. മോനെ, ഇനി ഇത് ചെയ്ത് നീ കൂടുതൽ കുഴപ്പത്തിലേക്ക് ചാടരുത്. നമ്മളെ സംബന്ധിച്ച് തന്നെ ഇനിയും ഈ പാവവും ഇങ്ങനത്തെ പാവവും ചെയ്യാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപയിലുള്ള ഒരു ഡീലിംഗ് ആണ് കോൺസിക്വൻസ്. 2, മറ്റുള്ളവരെ സംബന്ധിച്ചും ഇത് ദൈവത്തിൻ്റെ കൃപയുടെ ഒരു എക്സ്പ്രഷനാണ്. കണ്ടോ, അവിടെ ഒരുത്തൻ കുടിച്ച് കരളൊക്കെ പോയി, നീ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്, മര്യാദയ്ക്ക് നിർത്തിക്കോ, കോൺസിക്വൻസ് ഓഫ് സിൻ ഉണ്ട്, ഓടി ഒളിച്ചോളുക, അല്ലേ? പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ കഥയെ പഠിക്കുന്ന പോലെ, ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു, ജീവനിൽ കൊതിയുള്ളവർ ഓടി ഒളിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ പോലെ, അല്ലേ? കോൺസിക്വൻസ്. അതെ, കോൺസിക്വൻസ്. അത് മൂന്നാമത്തെ ഒരു ഡിഫറൻസ് ആണ്. നമ്മുടെ ഈ ക്യാരംസ് കളിക്കുന്ന പോലെ, നമ്മൾ ഒരു കട്ടയിൽ അടിക്കുമ്പോൾ ഈ കട്ട ചെന്നുകൊണ്ട് വേറൊരു കട്ടയെ കൊല്ലും, അതുകൊണ്ട് വേറൊന്നേ കൊള്ളും, അവസാനം ഏതെങ്കിലും പോയി പോക്കറ്റ് വീഴും. ഒരു ചെയിൻ റിയാക്ഷൻ, നാച്ചുറൽ ചെയിൻ റിയാക്ഷനാണ് അത്. ദൈവം ആ പ്രകൃതിയെ മാറ്റുന്നേ ഇല്ല, അത് അതുപോലെ തന്നെ തുടരും. അത് മാറ്റാത്തതിൻ്റെ കാരണം നമ്മൾ ഈ പറഞ്ഞതാണ്. അവരവർക്ക് തന്നെ ഒരു വാണിങ്, മറ്റുള്ളവർക്ക് വാണിങ്. ഇനി മൂന്നാമതൊരു പ്രധാന കാര്യം കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ നീതി. ദൈവത്തെ ആർക്കും പരിഹസിച്ചുകൂടാ, ഉപ്പുകല്ല. അതുപോലെ ഈ ഗലാത്യ ലേഖനത്തിൽ ഈ ദൈവത്തിന് ഈ കോൺസിക്വൻസിൻ്റെ നിയമം, പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള നിയമം, അത് പറയുന്നിടത്ത് തന്നെ അതിൻ്റെ തൊട്ടു മുന്നിലത്തെ വാക്യം ദൈവത്തെ ആർക്കും പരിഹസിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ, ഞാൻ തോന്നുന്നതൊക്കെ ചെയ്തിട്ട് പശ്ചാത്തപിച്ചിട്ട് ഒരു കോൺസിക്വൻസും ഇല്ലാതെ വന്നാൽ ദൈവത്തിൻ്റെ നീതി കോംപ്രമൈസ് ചെയ്യപ്പെടും. അപ്പം തെറ്റ് ചെയ്താൽ വെള്ളം കുടിച്ചേ പറ്റും. അപ്പം ഇത് നമുക്ക് ഇന്നത്തേക്കുള്ള ടേക്ക് എന്നാ? എക്സാക്ട്ലി. എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ ജീവിക്കുക, എന്നിട്ട് ക്ഷമ പറയുക, രക്ഷപ്പെടുക.
അങ്ങനെ വരുമ്പോൾ ഒരു ഈസി ഗോയിങ് ലൈഫായിട്ടും മറ്റുള്ളവർ കാണാനിടയും. അതല്ല ക്രിസ്തീയ ജീവിതം, ഹോളിനെസ്സിൻ്റെ ജീവിതം. അപ്പം ദൈവത്തിൻ്റെ നീതി പ്രത്യാഘാതം ഇല്ലാതാക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കത്തില്ല. അയ്യോ, ദൈവത്തെ അനുവദിക്കത്തില്ലെന്നാണ്. ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്. ദൈവത്തിൻ്റെ ക്യാരക്ടർ മുഖാന്തരം ദൈവം ചെയ്യാത്ത അനേക കാര്യങ്ങളുണ്ട്. ദൈവം കള്ളം പറയത്തില്ല എന്ന് പറഞ്ഞതുപോലെ പ്രത്യാഘാതം ദൈവം മാറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട ശേഷം അതിന് ഒരുപാട് കൃപ കിട്ടും. സ്വയം ശപിക്കത്തില്ല. ഞാൻ ചെയ്തതിൻ്റെ ഫലമാ കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഒരുപാട് നമുക്ക് ഈസി ആയിട്ട് ടൈഡ് ഓവർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സ്പിരിച്വൽ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇൻറ്റൻസിറ്റി കുറേ നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം അത് ദൈവത്തിൻ്റെ നീതിയുടെ ഒരളവാണ്. പാപം ചെയ്യുന്നവൻ അനുഭവിച്ചേ പറ്റൂ എന്നാണെങ്കിലും. അപ്പം ഇത് ദൈവത്തിൻ്റെ നീതിയാണ്. ഇത് ഈ പ്രത്യാഘാതം അല്ലെ പരിണിത ഫലം ഇല്ലാതാകത്തില്ല. ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ എന്നാ? പാപത്തോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഒരു ചെറിയ നുണ പറഞ്ഞാൽ എന്നാ കുഴപ്പം? ഒരു ചെറിയ ദോഷത്തിന് എന്നാ, ഒരു ദേഷ്യത്തിന് എന്നാ കുഴപ്പം? ഞാൻ എന്നെക്കുറിച്ചുകൂടായി പറയുന്നത്. അപ്പം പരിണിത ഫലമെന്ന് പറയുന്നത് നാച്ചുറൽ സീക്വൻസിൽ വരുന്ന റിസൾട്ടാണ്. ഇതോർത്തിരുന്നാൽ അല്ലെ ബില്ലിയാർഡ്സ് അറിയാവുന്നവർ അതോർത്തിരുന്നാൽ മതി. ബില്ലിയാർഡ്സിൻ്റെ ആ ചുമന്ന് ഇതേ നമ്മൾ ഒരു ഗോളത്തെ നമ്മൾ ഒരു കമ്പ് വെച്ച് കുത്തുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് അവസാനം ഏതിനേലുമൊക്കെ കൊണ്ട് തള്ളിയിടും, നമുക്ക് പോയിന്റും കിട്ടും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത കാര്യവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പലപ്പോഴും പ്രത്യാഘാതം വരുന്നത്. കള്ളു കുടിക്കുന്നതിന് കരൾ പോകാനുള്ള സാധ്യതയോ അല്ലെ വീണ് എല്ലാം ഒടിയാനുള്ള സാധ്യതയോ ഓടെ കിടന്ന് ഓടയിലെ വെള്ളം കുടിച്ച് മരിക്കാനുള്ള സാധ്യതയൊക്കെ കൂടും, വിശ്വാസിയായാലും അവിശ്വാസിയായാലും. അപ്പം അതുകൊണ്ട് പാപത്തിൽ നിന്ന് ഓടി ഒളിക്കണം. നോ ടൈ വിത്ത് സിൻ, റൺ അവേ. ചെറുതായാലും വലുതായാലും, കോപമായാലും ക്രോധമായാലും ശാഠ്യമായാലും ദന്തപക്ഷമായാലും ഭിന്നതയായാലും അസൂയയായാലും പകയായാലും പിണക്കമായാലും, നോ ടഗ് വിത്ത് സിൻ. എല്ലാ പാപത്തിനും കോൺസിക്വൻസ് ഉണ്ട്. ഇത് ഈ നമ്മൾ റോഡേ പോകുമ്പം ഈ കീലൊക്കെ ഉരുകി ദേഹത്തോ തുണിയിലൊക്കെ പിടിച്ച വലിയ തൊല്ലയാണ് അല്ലേ എന്ന് പറഞ്ഞ പോലെ പാപത്തിൻ്റെ കോൺസിക്വൻസ് പിടിച്ചാൽ പിന്നെ മാറുകയില്ല. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ കൂടുതൽ സെൻസിറ്റീവ് ആകണം ഓരോ കാര്യത്തെക്കുറിച്ച്. അയ്യോ ഇതും ഒരു പാപമാണോ, ലെറ്റ് മീ റൺ അവേ ഫ്രം ഇറ്റ്. ജോസഫിൻ്റെ ഓട്ടം മനസ്സിൽ വിചാരിച്ചാൽ മതി. ലെറ്റ് മീ റൺ അവേ ഫ്രം ദിസ്. എനിക്കിത് വേണ്ട. ഏതു പാപത്തെക്കുറിച്ചും അത് തന്നെ. അപ്പം ഈ ആത്യന്തിക മരണവും ഈ ശാരീരിക മരണവും ആത്മീക മരണവും തുടർമാനമായിട്ടുള്ളതാണ്. അത് പരിണിത ഫലമായിട്ട് നമുക്ക് കിട്ടിയതാണ്. അറിയായ്മയുടെ കാലങ്ങളെ ആ വാക്യം മുഴുവൻ അങ്ങ് പറഞ്ഞാലോ. ലക്ഷ്യമാക്കാതെ ഭൂതലത്തിൽ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. മാനസാന്തരത്തിനെയുള്ള ആ പ്രൊവിഷൻ. ഈ പാപത്തിനെല്ലാം ശാരീരികമായ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ഇപ്പം മാനസികമായിട്ട് തന്നെ ഒരാൾ പാപം ചെയ്ത് സ്ട്രെസ്സ് കൂടിയാൽ ചിലപ്പോൾ പ്രഷർ കൂടിയെന്ന് വരും. അങ്ങനെ ചിലപ്പം സ്ട്രോക്ക് അടിച്ചെന്ന് വരും. രക്ഷിക്കപ്പെടാത്തപ്പം സ്ട്രോക്ക് അടിച്ചു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ട്രോക്ക് തുടരും. അപ്പം അത് മാനസികത്തിലാണ് തുടങ്ങിയത്, അത് ശാരീരികത്തിൽ വെളിപ്പെട്ടു. അത് വെച്ച് ജീവിക്കേണ്ടി വരും. അതിനുള്ള കൃപ കിട്ടും. അപ്പോൾ ഫീൽ ചെയ്യുന്ന വളരെ കുറവായിരിക്കും. ദൈവസന്നിധിയിൽ നോ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഡെത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഭൂമിയിലെ ഡെത്തിനൊരു വിലയില്ല. കമ്പാരിസൺ ഓഫ് തിങ്സ് ഹാവിങ് ഇൻഫിനിറ്റ് ഡിമെൻഷൻ ആൻഡ് ടെമ്പറൽ ഡിമെൻഷൻ, അത് ചിന്തിച്ചാൽ നമുക്കിതിന് ഒരു വിലയും കൊടുക്കാൻ പറ്റില്ല. നോ വാല്യൂ. ശാരീരിക മരണത്തിന് നോ വാല്യൂ. അവിടെയാണ് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യേണ്ട ഒരു വിഷയം. പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പം അകാരണമായിട്ട് ദുഃഖിക്കരുതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു കാര്യം അതാ. ഇതൊരു കോൺസിക്വൻസ് ആണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഇൻസിഗ്നിഫിക്കൻ്റാണ്. എറ്റേണൽ ഡെത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശാരീരിക മരണത്തിൻ്റെ വില എത്ര ഉണ്ട്? നത്തിങ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു വിഷയമേ അല്ല. ശരിയാ, അത് വന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ആ കോൺസിക്വൻസ് ദൈവത്തിൻ്റെ നീതിയുടെ ഒരടയാളമായിട്ട് അത് നിർവഹിക്കപ്പെടണം. അതിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഒരാൾ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്തേച്ച് രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ അവൻ്റെ ജയിൽ ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി നടപ്പിലാകത്തില്ല.
വളരെ ക്ലാസിക്കലായിട്ടുള്ള ചില കേസുണ്ട്. ഏതാ ഒരു മിഷണറി അവസാനം ഒരു വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ട് അവസാനം പ്രാർത്ഥിച്ചു വിട്ട ഒരു കഥ. ഏത് മിഷണറിയാണെന്ന് ഞാൻ പറഞ്ഞു, നാഗൽ സാഹിബിനെ കുറിച്ചാണെന്ന് തോന്നുന്നു. അതായത് ഇവൻ കൊലപാതകനായിരുന്നു, ഇഷ്ടപരമായിട്ട് കൊല ചെയ്തു. അക്കാലത്തൊക്കെ എല്ലാ കൊലപാതകത്തിനും വധശിക്ഷ കിട്ടും. ഇവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അവസാനം സായിപ്പ് പോയി പ്രാർത്ഥിച്ച് പാട്ടും പാടി അവൻ ചിരിച്ചുകൊണ്ട് കഴുകുമരത്തിലേക്ക് കയറിപ്പോയ ഒരു സംഭവകഥ തന്നെയുണ്ട്. യെസ്, ഇല്ല. മാത്രമല്ല രോഗങ്ങളെക്കുറിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 12 13 നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു സൗഖ്യമാക്കുന്ന കാര്യം പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യം നിവൃത്തിയായെന്ന്. അപ്പം ഈ ശാരീരിക സൗഖ്യമൊക്കെ കർത്താവിൻ്റെ ഈ ഭൂമിയിലെ മിനിസ്ട്രിയിലാണ് പൂർത്തീകരിക്കപ്പെട്ടത്, ക്രൂശിലല്ല. മെൻ്റൽ ഡിമെൻഷനിൽ വ്യത്യാസം വരും. പക്ഷേ നമ്മൾ പലപ്പോഴും കോൺസിക്വൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ആസ്പെക്റ്റിലാണ്. ഫിസിക്കൽ ആസ്പെക്റ്റിൽ ഒരു റെസ്പെക്റ്റിനും നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ആത്യന്തിക മരണമാണ്. എറ്റേണിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നത്തിങ് ഈസ് നത്തിങ്, എനിത്തിങ് ഈസ് നത്തിങ്, നത്തിങ് ഈസ് നത്തിങ്. അപ്പം ഈ കോൺസിക്വൻസസ്, പിന്നെ പാപം ക്ഷമിച്ചവർക്ക് പോലും പിന്നെയും അയ്യോ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ജീവിക്കുന്നത്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, എനിക്കിപ്പോഴും ലജ്ജ തോന്നുന്നത് തന്നെ ഫലം പണ്ട് ഞാൻ ചെയ്തതിൻ്റെ. പൗലോസ് അപ്പോസ്തലന് പോലും ചെയ്തതിനെക്കുറിച്ചുള്ള ഫീലിംഗ് ഉണ്ട്. അത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗം. അത് ദൈവം ഒഴിവാക്കി കൊടുത്താൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൊള്ളാവുന്ന പരിപാടിയാണ്, ഞാനും ഈ പള്ളിയിൽ ചേർന്നേക്കാം, ഒരു മോക്കറിയായിട്ട് മാറും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ടാം മരണമോ? ഒന്നാം മരണം കോൺസിക്വൻസാണ്, രണ്ടാം മരണം പണിഷ്മെൻറ്റാണ്. പണിഷ്മെൻറ്റാണ് ഇളച്ചു തരുന്നത്, കോൺസിക്വൻസ് ഇളച്ചു തരത്തില്ല. ഓക്കെ, വെളിപ്പാട് ദിവസം 2:14 ദിസ് ഈസ് ദ സെക്കൻഡ് ഡെത്ത്, ദ ലേക്ക് ഓഫ് ഫയർ. വെളിപ്പാട് ദിവസം ഈ ടിപ്പിക രണ്ടാമത്തെ മരണം, നരകത്തെക്കുറിച്ച് കൃത്യമായിട്ട് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും ആരംഭിച്ച മരണത്തിൻ്റെ അവസാന ഘട്ടമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തിയിൽ മരണം പ്രവേശിച്ചു, വെളിപ്പാടിൽ അന്ത്യമാക്കപ്പെടുന്നു, കൺഫേം ചെയ്യപ്പെടുന്നു, ആത്യന്തികമായിട്ട് അനുഭവിക്കുന്നു. ജനസിസ് 2:17 ആ ലിംഗ്വിസ്റ്റിക് ആൻഡ് തിയോളജിക്കൽ റൂട്ട് ഓഫ് ദ ടേം സെക്കൻഡ് ഡെത്ത്, 2:17 ഇരട്ട മരണം, അങ്ങനെ രണ്ടാം മരണം എന്ന പദത്തിന് ഭാഷാപരവും ദൈവശാസ്ത്രപരവുമായ മൂലകാരണം നൽകുന്നു. രണ്ടാം മരണം എന്നുള്ള യൂസേജ് വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് രണ്ട് മരണം, ഒന്നാം മരണത്തെക്കുറിച്ചും രണ്ടാം മരണത്തെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം 2:17 പറയുന്നത് കൊണ്ടാണ്. മുന്നറിയിപ്പിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥം, അനുസരണക്കേടിൻ്റെ ഫലം ഇവയായിരിക്കും: ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉടനടി നഷ്ടം, കൂട്ടായ്മ തകരുക, ആത്യന്തികമായി ശാരീരിക മരണം, മർത്യത അവതരിക്കപ്പെട്ടു. മൂന്നാമതായിട്ട് നിരപ്പില്ലെങ്കിൽ ആത്യന്തിക മരണം, ശിക്ഷാവധി ഉറപ്പിക്കപ്പെട്ടു. ഇതാണ് 3 സ്പിരിച്വൽ ഡിമെൻഷൻസ്. ആത്മീയ ജീവിതത്തിൻ്റെ ഉടനടി നഷ്ടം വരുന്നു, കൂട്ടായ്മ തകരുന്നു, അതാണ് അവൻ പോയി ഒളിക്കുന്നത്. ശാരീരിക മരണം, ഈ ലോകത്തിൽ പ്രവേശിക്കപ്പെട്ടു, മർത്യത എല്ലാ മനുഷ്യനുമായി. നിരപ്പില്ലെങ്കിൽ ആത്യന്തിക മരണം, അല്ലെങ്കിൽ പാപം മോചിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ശിക്ഷാവധി, എറ്റേണൽ ഡെത്ത്, നിത്യമരണം, ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളിൽ നിന്നും അകലെയുള്ള ജീവിതം. ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം അപ്പുറമാണ്. ദൈവത്തിൽ നിന്നുള്ള അകലമെന്ന് പറയുന്നത് അത്രയും പ്രശ്നമില്ല. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളിൽ നിന്ന് അന്യമായ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതാ നരകം, അല്ലേ? ഒരു ഗുണങ്ങളുമില്ലാത്ത, ഒരു നന്മകളുമില്ലാത്ത, കരച്ചിലും പല്ലുകടിയും മാത്രം തരുന്ന, നിന്ദയും പരിഹാസവും മാത്രം അനുഭവിക്കപ്പെടുന്ന, സ്വയം ശപിച്ച് ജീവിതം നീക്കുന്ന നിത്യാവസ്ഥ. ഇനി മുന്നറിയിപ്പ് ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയും വെളിപ്പെടുത്തുന്നു. ദൈവം നീതിമാനാണ്, വിശുദ്ധനാണ്. പാപം മരണത്തിലേക്ക് നയിക്കുന്നു, കാരണം ദൈവം ജീവൻ്റെ ഉറവിടമാണ്. ദൈവം ജീവൻ്റെ ഉറവിടമായതുകൊണ്ട് അത് വേണ്ടാന്ന് വയ്ക്കുന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്വയമേവ പാപത്തിലേക്ക് നയിക്കപ്പെടുന്നു. നരകം ഒരാൾ വാങ്ങിച്ചു സ്വീകരിക്കുന്നതാണ്, ദൈവം മനുഷ്യർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളതല്ല. ഇനിയും നമ്മൾ മൂന്നാമത്തെ സെഷനിലേക്ക് വരുന്നേ ഉള്ളൂ.
ഫോൾ, സിൻ ആൻഡ് ഡെത്ത്. വീഴ്ച, പാപം, മരണം. ഇതാദ്യം കുറേ ചോദ്യങ്ങൾ ഞാൻ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് കാരണക്കാരൻ സാത്താനാണോ? ഹവ്വയെ പ്രലോഭിപ്പിക്കാൻ സാത്താൻ പാമ്പായി പ്രത്യക്ഷപ്പെട്ടോ അതോ സാത്താൻ പാമ്പിനെ ഉപയോഗിച്ചോ? എന്തുകൊണ്ടാണ് ദൈവം പാമ്പിനെ ശിക്ഷിച്ചത്? പാമ്പ് പാവം അല്ലേ? അതിനൊന്നും അറിയത്തില്ലായിരുന്നു, അതിനെ പറ്റിച്ചതല്ലേ? പാമ്പ് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുവാൻ സഹായിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു ഹെൽപ്പറായിരുന്നു പാമ്പ്. സർപ്പം അക്ഷരാർത്ഥത്തിൽ നടക്കുകയും സംസാരിക്കുകയായിരുന്നുവോ? ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ദിവസം മനുഷ്യൻ മരിച്ചോ? സർപ്പം ഉറപ്പ് കൊടുത്തതുപോലെ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യൻ ദൈവത്തെ പോലെ ആയോ? ആദ്യ പാപത്തിൻ്റെ ഒരൊറ്റ കുറ്റത്തിന് ദൈവം ശാരീരികവും ആത്മീയവും നിത്യവുമായ മരണം അനുവദിക്കുന്നത് എന്തുകൊണ്ട്? ഈസ് ഇറ്റ് ഫെയർ? ഒരു പഴം തിന്നതുപോലുള്ള ഒരു ചെറിയ പ്രവൃത്തി എങ്ങനെയാണ് എല്ലാ മനുഷ്യർക്കും ശിക്ഷാവിധി വരുത്തുന്നത്? ഇനിയും പാപത്തിൻ്റെ സാരാംശം എന്താണ്? അനുസരണക്കേടാണോ, അഹങ്കാരമാണോ, അവിശ്വാസമാണോ? ആദാമിൻ്റെ പാപം എല്ലാ മനുഷ്യരിലും പാരമ്പര്യ പാപത്തിലേക്കും വീഴ്ചയുള്ള പ്രകൃതിയിലേക്കും നയിച്ചതെങ്ങനെ? കഴിഞ്ഞ തലമുറയിലെ പാപം ഈ തലമുറയ്ക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ബൈബിളിൽ തന്നെയുണ്ട്, അപ്പൻ പച്ചമുതിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പൊളിച്ചു എന്നുള്ള പഴഞ്ചൊല്ലി ഞാൻ നിർത്തലാക്കുമെന്നുള്ള വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആദമിൻ്റെ പാപം എനിക്ക് എങ്ങനെ കിട്ടും? അതുപോലെ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം സാത്താനെ ശിക്ഷിക്കുകയും നിശ്ചലമാക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? ആ പുള്ളി അന്നേരമേ നശിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഏടാകൂടമൊക്കെ വരുമായിരുന്നുവോ? മനുഷ്യരാശി പാപം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങളാണ് ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. സർപ്പം സാത്താനായിരുന്നുവോ? സർപ്പം സമം സാത്താൻ, സാത്താൻ സമം സർപ്പം. ബൈബിൾ നേരിട്ട് പാമ്പ് സാത്താനായിരുന്നു എന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളെങ്ങും ഇത് പരീക്ഷിച്ചത് പിശാചായിരുന്നു, സാത്താനായിരുന്നു എന്ന് കാണുന്നില്ല. അപ്പം നേരിട്ട് ബൈബിൾ അങ്ങനെ പറയുന്നില്ല. എന്നാൽ സാത്താനാണ് സർപ്പത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് സൂചിപ്പിക്കുന്ന പരോക്ഷ സൂചനകൾ ധാരാളമാണ്. പരോക്ഷമായിട്ട്, ഇൻഡയറക്റ്റായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഈ പാമ്പ് പിശാചായിരുന്നു എന്ന് സൂചിപ്പിക്കാനുള്ള വാക്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം വെളിപ്പാട് പുസ്തകം 12:9, 20:2. സാത്താനെ പുരാതന സർപ്പം എന്ന് വിളിക്കുന്നു. അത് ഉൽപ്പത്തി 3-ാം അധ്യായത്തിലെ സർപ്പത്തെ മാത്രമേ സൂചിപ്പിക്കാൻ കഴിയൂ. പഴയ സർപ്പം, പഴയ പാമ്പായ അവന് ആൻഷ്യൻ സർപ്പൻ്റാണ്. അത് പിശാചിനെ കുറിച്ചാകാനേ കഴിയത്തുള്ളൂ. ഒരു പക്ഷെങ്കിൽ പിശാചിൻ്റെ പൂർവാസ്തിക്യത്തിലുള്ള അല്ലെങ്കിൽ സൃഷ്ടിയുടെ മുന്നിലുള്ള കാലത്തെക്കുറിച്ച് പോലും ഈ ആൻഷ്യൻ്റ് യൂസേജ്, പഴയ എന്നുള്ള, മലയാളത്തിൽ പഴയ എന്ന് പറഞ്ഞാൽ പിമ്പുള്ള എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പക്ഷേ വളരെ പഴയ എന്ന് പറഞ്ഞാൽ പിശാച് എന്നുണ്ടായോ അന്ന് മുതലുള്ള പിശാചിനെ പാമ്പായിട്ട് ദൈവം വിളിക്കുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുപോലെ യോഹന്നാൻ 8:44 യേശു സാത്താനെ തുടക്കം മുതൽ കുതപാതകിയും നുണയനും ആണെന്ന് വിളിക്കുന്നു. പിന്നെ നുണയൻ്റെ അപ്പനുമാണെന്ന് പറയുന്നുണ്ട് അല്ലേ, ഫാദർ ഓഫ് ഓൾ ലൈസ്. ആരംഭം മുതൽ ഇവനൊരു കൊലപാതകിയാണ്. ഇവൻ ചെയ്ത ആദ്യത്തെ കൊലപാതകം ഏതാ? ആദാമിൻ്റെ കൊലപാതകം. ആദാമിനെ കൊല്ലിച്ച ഇവനല്ലേ. ആദ്യം മുതൽ ഇവൻ കൊലപാതകനാ, അതുപോലെ കള്ളനാ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തതാ. നല്ല എഫിഷ്യൻ്റായിട്ട് കള്ളം പറയുന്നവനാ. ഇടയ്ക്ക് അല്പം സത്യം കൂടെ ചേർത്ത് അതിന് വിശദീകരണമൊക്കെ കൊടുത്ത് കള്ളം പറയുന്നവനാണ്. ഈ പ്രയോഗവും പിശാച് ഏദൻ തോട്ടത്തിൽ ഹവ്വയെ പരീക്ഷിച്ച സാത്താനെക്കുറിച്ച് തന്നെയാകാനാണ് സാധ്യത. അതുപോലെ 1 കൊരിന്ത്യർ 11:3 ഹവ്വയെ വഞ്ചിച്ച വഞ്ചകനായിട്ട് പൗലോസ് സർപ്പത്തെ വിളിക്കുന്നുണ്ട്. അവിടെ പക്ഷേ സർപ്പം എന്നുള്ള യൂസേജേ ഉള്ളൂ. പക്ഷെ അതേ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ സാത്താനെ ഒരു ആൾമാറാട്ടക്കാരനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അവൻ വെളിച്ചദൂതൻ്റെ വേഷം വരെ ധരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞത് വൃത്തികെട്ട ചെകുത്താൻ തൊട്ട് വെളിച്ചദൂതൻ വരെയുള്ള എന്തുമായിട്ട് അവതരിക്കാൻ കഴിയുന്ന ഡിസീവറാണ്. അപ്പം 1 കൊരിന്ത്യർ 11:3 പറഞ്ഞിരിക്കുന്നതും 11:14 പറഞ്ഞിരിക്കുന്നതും തമ്മിലൊരു ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ തന്നെ ഈ ഹവ്വയെ വഞ്ചിച്ച ആ പാമ്പ് ചതിയനായ സാത്താന് എന്നുള്ള സൂചന നമുക്ക് മനസ്സിലാക്കും. 11:14 സാത്താൻ എന്നുള്ള പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ റോമർ 16:20 സാത്താൻ്റെ തല തകർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സാത്താൻ്റെ തല തകർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
ഉൽപ്പത്തി 3:15 സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന പ്രവചനത്തെ ഇത് സൂചിപ്പിക്കുന്നു. സാത്താൻ്റെ തല തകർക്കും എന്ന് റോമർ 16:20 പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി 3:15 സർപ്പത്തിൻ്റെ തല തകർക്കുന്നതിനെ കുറിച്ചാകണം. അപ്പം ഈ ഭാഗങ്ങളുമായിട്ടെല്ലാം നമ്മൾ ബന്ധിപ്പിച്ച് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ ആ പാമ്പ്, ആ പഴയ പാമ്പ്, അത് സാത്താനായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ന്യായമുണ്ട്. ഓക്കെ, 2 കൊരിന്ത്യർ ശരിയാ, സോറി, താങ്ക് യു ഫോർ കറക്ഷൻ. ഞാൻ വായിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. വായിപ്പിച്ചാൽ അത് കണ്ടുപിടിക്കും അല്ലേ, സമയം ലാഭിക്കാനാണ് വായിക്കാത്തത്. ഓക്കെ, 2 കൊരിന്ത്യർ 11:3 11:14 ഹവ്വയെ വഞ്ചിച്ച വഞ്ചകനായിട്ട് പൗലോസ് സർപ്പത്തെ വിളിക്കുന്നു. 11:14 സാത്താനെ ഒരു ആൾമാറാട്ടക്കാരനായിട്ട് ചിത്രീകരിക്കുന്നു. അടുത്തടുത്ത വാക്യങ്ങളാണ്. അപ്പം ഇത് തമ്മിൽ ബന്ധപ്പെടുത്തി തന്നെയാണ് പൗലോസ് അപ്പോസ്തലന് പരിശുദ്ധാത്മാവിൽ ആ ഭാഗം എഴുതിയിരിക്കുന്നത്. അതുപോലെ റോമർ 16:20 സാത്താൻ്റെ തല തകർക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് ഉൽപ്പത്തി 3:15 സർപ്പത്തിൻ്റെ തല തകർക്കുമെന്നുള്ള പ്രവചനത്തെ സൂചിപ്പിക്കുന്നു. ഇനി അഡീഷൻ, ഡെലീഷൻ. ഓക്കെ, മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് കാരണക്കാരൻ സാത്താനാണോ? സാത്താനെ പഴിചാരി രക്ഷപ്പെടാൻ പറ്റുമോ? അതേന്നും പറയാം, അല്ലെന്നും പറയാം. അതെ, കാരണം സാത്താൻ ഹവയെ പ്രലോഭിപ്പിച്ചു, അത് അവളെ വീഴ്ചയിലേക്ക് നയിച്ചു. പ്രലോഭിപ്പിച്ചത് കൊണ്ടാണ് അവൾ വീണത്. അതുകൊണ്ട് സാത്താനാണ് കാരണക്കാരൻ. നോ, മനുഷ്യന് ഫ്രീ വില്ലുണ്ടായിരുന്നു, അവൻ്റെ വീഴ്ചയ്ക്ക് അവനാണ് കാരണക്കാരൻ. അപ്പം 2 പേരും ഒരുപോലെ റെസ്പോൺസിബിൾ ആണെന്നുള്ള ഉത്തരമേ നമുക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു വാക്യം യെശയ്യാ പ്രവചനത്തിലുണ്ട് താനും. ദൈവമാണ് ഇരുളിനെയും നന്മയും തിന്മയും ഒക്കെ സൃഷ്ടിച്ചെന്നൊരു വാക്യമുണ്ട്. അത് സൃഷ്ടിതാവെന്നുള്ള നിലയ്ക്കാണ്, കാരണക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല. കാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ദൈവം ഒരിക്കലും കാരണക്കാരനാകുകയില്ല. കാരണം ഈ ഫ്രീ വില്ലെന്ന് പറഞ്ഞ ഒരു അനുഗ്രഹമാണ്. അത് മിസ്യൂസ് ചെയ്തതാണ് കുഴപ്പമായത്. അതെ അതെ, അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, എന്നെ എൻ്റെ പിതാവ് സ്കൂളിൽ വിട്ടപ്പോൾ ഞാൻ അപകടത്തിൽ മരിച്ചു. എൻ്റെ അപകട മരണത്തിന് പിതാവ് കാരണക്കാരനാണോ? അല്ല, കാരണം എനിക്ക് നന്മ ചെയ്ത, എനിക്ക് നല്ലൊരു കാര്യം ചെയ്തു, എൻ്റെ ജീവിതത്തിൽ വളരണം. പക്ഷേ ഞാൻ അശ്രദ്ധാലുവായി, അല്ലെങ്കിൽ വേറെ ആരോ അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചു, ഞാൻ അപകടത്തിൽപ്പെട്ടു, മരിച്ചു. അതിന് പിതാവിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റായിരുന്നു ഫ്രീ വില്ല്. അതുകൊണ്ടാണ് മനുഷ്യന് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുന്നത്, ആരാധിക്കാൻ കഴിയുന്നത്. ഫ്രീ വില്ലിൽ എങ്ങനെ ആരാധിക്കും? കവിത എഴുതാൻ കഴിയുന്നത്, ചിത്രരചന നടത്താൻ കഴിയുന്നത്, വീട് വെക്കാൻ കഴിയുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ അല്ലേ. മനുഷ്യൻ്റെ ഡിസൈനും ഡിസ്കവറീസിനും ഒക്കെ വല്ല അന്തമുണ്ടോ? എവറിത്തിങ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഫ്രീ വിൽ. അപ്പം ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് ഫ്രീ വില്ലാണ്. അതെ, ആ ചോദ്യത്തിന് തന്നെ കാരണം ദൈവം ഫ്രീ വില്ല് തന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ദൈവമാണ് ഉത്തരവാദി, അല്ലെങ്കിൽ ദൈവമാണ് കാരണക്കാരൻ എന്ന് പറയാൻ പറ്റില്ല. ദൈവമാണ് സൃഷ്ടിതാവെന്ന് പറയാൻ പറ്റും, അതിനപ്പുറം പറയാനായിട്ട് പറ്റില്ല. നല്ലതൊന്നായതുകൊണ്ട്. അതേസമയത്ത് മോശമായിരുന്നെങ്കിൽ പറയാം. ഒരുത്തൻ കള്ള് മേടിച്ചു കൊടുത്താൽ, ആ കള്ള് കുടിച്ചവൻ മരിച്ചാൽ അവനാ കാരണക്കാരൻ, മേടിച്ചു കൊടുത്തവനൂടാ. അതേസമയത്ത് വണ്ടിക്കൂലിക്ക് കാശ് കൊടുത്തു, അവനത് കൊണ്ടുപോയി കള്ള് മേടിച്ചു കുടിച്ചു, അവൻ്റെ ദുരുപയോഗമാണ്. കൊടുത്തവന് അതിനകത്ത് ഉത്തരവാദിത്വമില്ല, നന്മയ്ക്ക് വേണ്ടി ചെയ്തത്. ഓക്കെ, അപ്പം 2 പേരും 100% ഉത്തരവാദികളാണ്. ഈ സ്പിരിച്വൽ റിലമിൽ സ്പിരിച്വൽ എക്കണോമിക്സ് അല്പം ഡിഫറൻറ്റാണ്. നമ്മൾ സുവിശേഷം പറയണമെന്ന് ദൈവം ആഗ്രഹിച്ച ഒരാളോട് നമ്മൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ആ ആൾ നശിച്ചു പോകുന്നതിൻ്റെ 100% ഉത്തരവാദികൾ നമ്മളാണ്. നമ്മൾ സുവിശേഷം പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരാളോട് നമ്മൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ ആ ആൾ നശിച്ചു പോകുന്നതിൻ്റെ 100% ഉത്തരവാദികൾ നമ്മളാണ്. പക്ഷേ അവർ നശിച്ചു പോകുന്നതിന് 100% ഉത്തരവാദികൾ അവരുമാണ്. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എസെക്കിയേൽ 3:33. ഈ രണ്ട് അധ്യായത്തിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. ദുഷ്ടനോട് നീ മരിക്കും എന്ന് നീ പറഞ്ഞാൽ, എന്നിട്ടും അവൻ മരിച്ചാൽ നീ രക്തപാതകത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും, അവനോ അവൻ്റെ പാപത്തിൽ മരിക്കും. നീ പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും.
അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇത് കൺസിസ്റ്റൻ്റായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനിയും നമ്മൾ സുവിശേഷം പറയണമെന്ന് ഉദ്ദേശിച്ച ഒരാളോട് നമ്മൾ സുവിശേഷം പറഞ്ഞില്ല, വേറൊരാൾ സുവിശേഷം പറഞ്ഞാലും നമ്മുടെ കുറ്റം മാറത്തില്ല. ദൈവം തൻ്റെ കൃപയിൽ ഒരു പകരക്കാരനെ അയച്ച ആളിനെ കർത്താവിലേക്ക് നയിച്ചെന്ന് വരും. അപ്പോഴും നമ്മുടെ കുറ്റത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നില്ല. അയ്യോ, ഓർത്താ ഭയങ്കര പാടല്ലേ. അതാണ് ദൈവം നമ്മളോട് ഉദ്ദേശിച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ കരവലയത്തിൽ ദൈവം തന്നിരിക്കുന്നവരോട് പറയാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാ. അത് നമ്മൾ പറഞ്ഞില്ല, വേറൊരാൾ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടു എങ്കിൽ പോലും നമ്മൾ കുറ്റക്കാരാണ്. അതേ പ്രിൻസിപ്പിളാണ്. ശരിയാ, പിശാചാണ് കാരണക്കാരൻ. പക്ഷേ ഹവ്വയ്ക്ക് ഒരിക്കലും അത് പറയാൻ പറ്റിയില്ല. കാരണം ഹവ്വ പാപം ചെയ്യുന്നതിന് മുമ്പേ ഒരു ലെക്ചർ നടത്തിയല്ലേ. ഇത് ഭയങ്കര പ്രസ്ഥാനമാണ്. ദൈവം പറഞ്ഞേക്കുന്നത് തൊടുക പോലും അരുത്, പഴം പറിക്കരുതെന്നുമല്ല തിന്നരുതെന്നുമല്ല, തൊടുക പോലും അരുതെന്ന് വരെ പറഞ്ഞുകൊണ്ട് ചെയ്തതാ അല്ലേ. ഫ്രീ വില്ല് ശരിക്കും ഇൻവോക്ക് ചെയ്താ ഈ പാപം ചെയ്തത് ഹവ്വ. അപ്പം ഇത് രണ്ടുപേരും 100% ഉത്തരവാദികളാണ്. അത് എങ്ങനെ അറിയാം? ആ ഭാഗത്ത് തന്നെയുണ്ട്. ജനസിസ് 3:12-13. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ആദാമും ഹവ്വയും ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ ദൈവം അവരുടെ വാദം തള്ളിക്കളഞ്ഞു. നിങ്ങൾക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങളാണ് കുറ്റവാളികൾ, നിങ്ങൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളാണ് കുറ്റവാളികൾ, നിങ്ങൾ സഭായോഗങ്ങളെ മുടക്കിയാൽ നിങ്ങളാണ് കുറ്റവാളികൾ. കാരണം ഇതിനെല്ലാം ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. സാഹചര്യത്തെ പറഞ്ഞ് നമുക്കൊരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയും. ഇപ്പം ചാകാൻ കട്ടിലേ കിടക്കാതെ പോകാൻ പറ്റിയാലായിരിക്കും, അത് ദൈവത്തിനറിയാം. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ തിന്മയുടെ കുറ്റം നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കും. അപ്പം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ ആദവും ഹവ്വയും ശ്രമിച്ചു, ദൈവം നിഷ്കരണം തള്ളിക്കളഞ്ഞല്ലേ. ദൈവം രണ്ടുപേർക്കും ശിക്ഷയും നൽകി. ഓക്കെ, സാത്താൻ ഒരു സർപ്പമായി പ്രത്യക്ഷപ്പെട്ടതാണോ, അതോ ഇത് സാത്താൻ തന്നെ ഇൻകാർണേറ്റ് ചെയ്തതാണോ? ഇതാണ് അടുത്ത ചോദ്യം. അല്ലെങ്കിൽ അടുത്ത ആഴ്ച എടുക്കാം അല്ലേ. എനി ക്വസ്റ്റ്യൻസ്? നരകത്തിൽ ഈ എല്ലാ ആസ്പെക്റ്റിലും ഉള്ള പണിഷ്മെൻ്റ് ഉണ്ട്. നരകമരണം മാറ്റുകയാണ് യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ പ്രധാന ഭാഗം. അപ്പോൾ ആ നരകമരണം എറ്റേണൽ ഫിസിക്കൽ ടോർമെൻ്റ് എന്നുള്ള പദമാണ് ബൈബിളിൽ ഉപയോഗിക്കുന്നത്. പീഡനം അല്ലേ, ദണ്ഡനം ഭയങ്കര വാക്കാണ്. നിത്യദണ്ഡനം. ഒരു മനുഷ്യൻ നരകത്തിൽ പോകുന്നത് ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ്. ശരീരവും അവൻ്റെ മാനുഷിക ആത്മാവും മാനുഷിക ദേഹിയും അവനിൽ കാണും. അപ്പോൾ ആ നിത്യശിക്ഷാവധി നമുക്ക് പകരമായിട്ട് യേശുക്രിസ്തു ഏറ്റെടുക്കുകയാണ് ക്രൂശിൽ ചെയ്തത്. അപ്പം അതെല്ലാം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതിൽ ദൈവത്തിൽ നിന്നുള്ള വേർപാടെന്നുള്ള ഘടകം വരെയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് പ്രാർത്ഥിക്കുന്നു. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു തിയോളജിക്കൽ ടേമുണ്ട്. അത് നമുക്ക് രക്ഷയെക്കുറിച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ പോകാം. നമ്മുടെ സകല ശിക്ഷയുടെയും സമ്പൂർണമായ പ്രതിപകര അനുഭവമാണ് യേശുക്രിസ്തു അനുഭവിച്ചത്. യേശുക്രിസ്തു അനുഭവിച്ച മരണമെന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക മരണത്തിനും ആത്മീയ മരണത്തിനും സകലത്തിനുമാണ്. കാരണം അവസാനം ഈ മരണത്തെ എടുത്ത് നരകത്തിൽ തള്ളിക്കളയും. അങ്ങനെ മരണത്തെ അബോളിഷ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്. പക്ഷേ നരകത്തിനും ബദൽ അത് തന്നെയാണ്, യേശുക്രിസ്തുവിൻ്റെ ഭൗതികമായിട്ടുള്ള മരണം കൂടാ. ദിസ് ഈസ് എ കംപ്ലീറ്റ് പാക്കേജ്, നത്തിങ് ഈസ് ലാക്കിങ്. ആ കോൺഫിഡൻസാണ് നമുക്ക് ദൈവവചനത്തിൽ വരണ്ടേ. ഇത് സമ്പൂർണ്ണമാണ്. തപ്പി നോക്കിയാൽ ഇതിനകത്ത് ഒന്നും കാണാതെ വരത്തില്ല. ഫുള്ളാണ്, ജിക്സോ പസിൽ പോലെ. അവസാനം ഫിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മേക്കർ എന്ത് ഉദ്ദേശിക്കുന്നത് അതുപോലെ കിട്ടുമെന്ന് പറയുന്ന പോലാണ് ഒരു പെർഫെക്റ്റ്, ആർക്കും വിമർശിക്കാൻ കഴിയാത്ത. ശരിയാ, നമുക്ക് പലതും അറിയാത്തത് കൊണ്ട് തൽക്കാലത്തേക്കൊക്കെ ചിലപ്പം ചൂളിപ്പോയെന്നൊക്കെ വരും, അത്രയേ ഉള്ളൂ. പക്ഷെ there are answers for every question. പ്രാർത്ഥനാപുരസരം ധ്യാനിച്ചാൽ ആൻസേഴ്സ് കിട്ടാതിരിക്കത്തില്ല. ഓക്കെ, നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പം ഇന്ന് നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങളൊക്കെ ക്യാരി ഹോമായിട്ട് നമുക്ക് ഭവനത്തിലേക്ക് കൊണ്ടുപോകാം. ഒന്ന്, ഇത് ഭയങ്കര പെർഫെക്റ്റ് സ്കീമാണ്.
നോബഡി ക്യാൻ ഇമ്പ്രൂവ് അപ്പോൺ ഇറ്റ്. ഇതിനെ പുരോഗതി വരുത്താൻ കുറേ കൂടെ നന്നായിട്ട് ഇതൊന്ന് റീറൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഇത് ഇപ്പോൾ തന്നെ പെർഫെക്റ്റാ. ദൈവത്തിൻ്റെ വചനം പൂർണ്ണമാണ്, പെർഫെക്റ്റാ. അപ്പം അതിനുള്ള നമ്മുടെ അഭിനിവേശം, ആവേശം, ഇതൊന്ന് വായിക്കണം. രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഹൃദയത്തിലൊരു തിരത്തള്ളൽ വേണം. ഐ വാണ്ട് ടു റീഡ്, ഐ വാണ്ട് ടു നോ. ഇത് ദൈവത്തിൻ്റെ പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യന് നൽകിയിരിക്കുന്ന ദാനമാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒരുപാട് വ്യത്യാസപ്പെടേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട്, സിൻ ഈസ് നോട്ട് ടു ബി പ്ലേഡ് വിത്ത്. ഇറ്റ് ഈസ് എ സീരിയസ് തിങ്. അതിനുവേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ ആ മരണം അനുഭവിച്ചത്. അത് നമ്മൾ ഇനിയും രക്ഷയോടുള്ള ബന്ധത്തിൽ പഠിക്കും. ദാറ്റ് വാസ് ഇക്വലൻ ടു എറ്റേണൽ ഡെത്ത് ഇൻ ഹെൽ. കർത്താവ് അനുഭവിച്ചു. കർത്താവ് നിത്യനും സർവജ്ഞാനിയുമായതുകൊണ്ട് കർത്താവ് അനുഭവിച്ച ആ ശിക്ഷ മുഴുവനും അളന്നു നോക്കിയാൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും നരകത്തിൽ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതലാണ്. കാരണം കർത്താവ് അനുഭവിച്ച ഇൻഫിനിറ്റാണ്. ലോകത്തിലുള്ള മനുഷ്യരുടെ എല്ലാം കൂടെ കൂട്ടിയാൽ ഇൻഫിനിറ്റ് ആകത്തില്ല. അപ്പം അത്രയ്ക്ക് ശിക്ഷ അനുഭവിച്ചാൽ നമ്മളെ വിടുവിച്ചതെങ്കിൽ ഒന്ന്. രണ്ട്, ഇതിന് പരിണിത ഫലം ഉണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് പ്ലേ വിത്ത് സിൻ.